ആത്മനമസ്കാരം. മണിയാട്ടാ വിളിച്ചാൽ മതി, ഞാൻ സ്വാമിയൊന്നുമല്ല അന്നത്തെ കാലത്ത് എല്ലാവരിനെയും എടുത്ത് ഗൗരവത്തോടെ വർത്തമാനം പറയുന്ന ഒരു യോഗീശ്വരനായിരുന്നു മണിയാട്ടൻ. ഈശ്വരൻ എന്നത് പ്രപഞ്ച സത്യമാണ്. ഈശ്വരൻ എന്നത് പ്രപഞ്ച സത്യമാണ്. ഈ പ്രപഞ്ചശക്തി എന്നുള്ളത് ഒരു ഊർജമാണ്. ഈ ഊർജമാണ് നമ്മൾ ഓരോരുത്തരിലുമുള്ളത്. യഥാർത്ഥ ഗുരു എന്ന് പറയുന്നത് നമ്മുടെ വഴികാട്ടുന്ന ഗുരു ഉണ്ടല്ലോ, ഭൗതികമായ ഗുരു. അദ്ദേഹം വഴികാട്ടുന്ന ഗുരു നമ്മുടെ യഥാർത്ഥ ഗുരുനാഥനെ കാണിച്ചു തരാൻ വേണ്ടിയാണ്. നമ്മുടെ പേര് ബാബുസ്വാമി എന്ന് പറയും. എന്നാൽ ഔദ്യോഗികമായ രേഖകളിൽ ബാബു എന്നാണ്. പിന്നീട് ഫേസ്ബുക്ക് അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിൽ ബാബുസ്വാമി കർമ്മയോഗി എന്ന് പറയും. ഇപ്പോൾ ഞാൻ ചിറ്റൂർ തത്തമംഗലം നഗരസഭയിൽ ഒരു സാനിറ്റേഷൻ വർക്കറാണ്. 1996 മുതൽ അവിടെ താൽക്കാലിക ജീവനക്കാരനായി ജോലി ചെയ്യാൻ തുടങ്ങി. പിന്നെ കാലങ്ങളോളം ഞാൻ താൽക്കാലിക ജോലി ചെയ്തു വന്നു. പിന്നീട് 2009 പെർമനൻ്റ് ജീവനക്കാരനായി നമുക്ക് നിയമനം ലഭിച്ചത്. നമ്മളുടെ വീട് ചിറ്റൂർ അമ്പാട്ടുപാളയം നടുക്കളം എന്ന ഭാഗത്തായിരുന്നു. അച്ഛനമ്മ, 2 സഹോദരൻ 2 സഹോദരി. അതിൽ മൂത്ത മോനായിട്ടാണ് നമ്മൾ ജനിച്ചത്. അച്ഛനമ്മയും സാധാരണ കൂലിപ്പണിക്കാരാണ്. അനിയന്മാരും എല്ലാവരും അവരെല്ലാം അവരുടേതായ പഠിച്ച് ഓരോരുത്തരും നല്ല ജോലിയിലിരിക്കുന്നു, ഓരോരുത്തർ വർക്ക് ചെയ്യുന്നു, എല്ലാവരും സന്തോഷകരമായിട്ട് ജീവിക്കുന്നുണ്ട്. നമ്മളും വളരെ സന്തോഷകരമായിട്ടാണ്, ആനന്ദകരമായിട്ടാണ് ജീവിക്കുന്നത്. നമ്മൾ പഠിച്ചത് അമ്പാട്ടുപാളയം ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിലാണ്. അവിടെ 10ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. അപ്പോൾ അതിനുശേഷം ഓരോ വർക്കിനായി ജീവിതത്തിൽ പോകും. അതിനിടയിൽ അങ്ങനെ ആധ്യാത്മിക ജീവിതമായി ഒരു സാഹചര്യത്തിൽ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ആദ്യത്തെ ആധ്യാത്മിക ഗുരു എന്ന് പറയുന്നത് നമ്മുടെ വിളയോടി മണിയാട്ടൻ എന്ന യോഗാചാര്യനാണ്. ആ ഗുരുനാഥൻ്റെ ശിക്ഷണത്തിലാണ് യോഗാഭ്യാസവും പ്രാണായാമക്രിയകളും എല്ലാം പഠിച്ചത്. അതങ്ങനെ യോഗയും ധ്യാനവും പ്രാണായാമങ്ങളും എല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് അത് തീവ്രമായ ഒരു അവസ്ഥയായിരുന്നു. അന്നത് വീട്ടുകാർക്കോ അല്ലെങ്കിൽ നാട്ടുകാർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ അതിനെപ്പറ്റി അറിയാത്തൊരവസ്ഥയിൽ നമ്മളിന് അവർ തെറ്റിദ്ധാരണയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അതിൽ നമ്മൾ വിടാതെ ആ ആനന്ദലഹരിയിൽ തന്നെ നമ്മൾ ഇന്ന് വരെയും ആ കാര്യങ്ങളെല്ലാം ചെയ്തു കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ പലർക്കും അതിനെക്കുറിച്ച് ചോദിച്ചാൽ നമ്മുടെ അറിവുകൾ, നമ്മൾക്ക് ആനന്ദം എന്താണ്, എന്താ ബാബുസ്വാമി നിങ്ങൾ മാത്രം എത്ര ഹാപ്പി ആയിരിക്കുന്നത്, എന്താണ് ഈ ആനന്ദത്തിൻ്റെ ഒരു രഹസ്യം എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ പറയാം, നമ്മൾ ഇങ്ങനെയൊക്കെ ചില സാധനാക്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇന്ന് എല്ലാ സോഷ്യൽ മീഡിയയിലും ആചാര്യന്മാരും എല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എല്ലാവർക്കും ഭാഗവതത്തെക്കുറിച്ചും രാമായണത്തെക്കുറിച്ചും മഹാഭാരതത്തെക്കുറിച്ചും അല്ലാതെ ഭഗവത്ഗീത എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ പഠിപ്പിക്കുന്നത് എന്തിനാണെന്ന് പലർക്കും അറിയുന്നില്ല. ഓരോ ജീവനും ആനന്ദകരമായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ വേദങ്ങളും നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനം മനസ്സിലാക്കുന്നില്ല പലരും. പക്ഷേ ആനന്ദകരമായ ജീവിതമാണ് നമ്മൾക്ക് ആവശ്യം. നമ്മൾ പഠിപ്പിക്കുന്നതും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതും എങ്ങനെയാണോ ജീവിക്കുന്നത് അതിൽ സന്തോഷകരമായി ജീവിക്കാൻ, ആനന്ദകരമായി ജീവിക്കാനാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്, പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് ഓരോ ഗ്രൂപ്പും പലവരും സോഷ്യൽ മീഡിയയിലൂടെ അങ്ങനെ പല കാര്യങ്ങളും ചോദിക്കാറുണ്ട്.
അങ്ങനെ പല നമുക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്, 2 ഗ്രൂപ്പുകളുണ്ട്. അതിലൂടെ പലരും വരുന്നുണ്ട്. അങ്ങനെ ആത്മീയം എല്ലാ സാധനാ സമ്പ്രദായങ്ങളിലുള്ളവരും നമ്മൾക്ക് തുല്യരാണ്. അങ്ങനെ തന്നെ ഇപ്പോൾ 2-3 ദിവസമായിട്ട് നമ്മളിരിക്കുന്ന തത്തമംഗലത്താണ് ഇപ്പോൾ നമ്മൾ താമസിക്കുന്നത്. അവിടെ വെച്ച് ഒരു ഗ്രൂപ്പ് യോഗം കൂടുകയുണ്ടായി. വളരെ ആനന്ദകരമായിട്ട് എല്ലാ സമ്പ്രദായക്കാരെയും ആദരിക്കുകയും അവർ ആനന്ദകരമായി ജീവിക്കാൻ ഓരോരുത്തരിനെയും എങ്ങനെ നമ്മൾ അവരുടെ മാനസികാവസ്ഥ കൊണ്ടുപോകണം, അതിനെന്തെല്ലാം ചെയ്യണം, ഏതെല്ലാം രീതിയിൽ നമുക്ക് ചിന്തിക്കണം, ജീവിക്കുമ്പോൾ ആനന്ദകരമായി സന്തോഷത്തോടെ ജീവിക്കുക, അതാണ് നമ്മുടെ കൺസെപ്റ്റ്. പഠിച്ചത് ചിറ്റൂർ ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിലാണ്. അവിടെ നമ്മൾ 10ാം ക്ലാസ് വരെയാണ് പഠിച്ചത്. 10ാം ക്ലാസ് കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആദ്യം ഒരു വർക്ക്ഷോപ്പിലാണ് ജോലിക്ക് പോയത്. വർക്ക്ഷോപ്പ് കുറച്ച് കാലം അത് ചെയ്തു, പിന്നെന്തോ അത് വിട്ടു. പിന്നെ അങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് പല ജോലികളായിട്ട് അങ്ങനെ പോയി. ആ ജോലിക്ക് പോകുന്നതിൻ്റെ ഇടയിൽ തന്നെയാണ് നമ്മൾ ഈ ആത്മീയപരമായിട്ടുള്ള, നമ്മൾക്ക് ചെറുപ്പം മുതലേ ഒരു വാസനയൊക്കെ ഉണ്ടായിരുന്നു. അതങ്ങനെ പോയി. അങ്ങനെ അതിനെ മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെയാണ് നമ്മുടെ മണിയാട്ടൻ്റെ അടുത്ത് പോയി പെട്ടതും നമ്മൾ ആത്മീയമായിട്ടുള്ള കുറേ ക്ലാസ്സുകളും അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിലാണ് നടന്നത്. അത് കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക, ഞാനൊരു വയർമാനായിരുന്നു, ഇലക്ട്രീഷ്യൻ പണിയൊക്കെ ചെയ്തു. അങ്ങനെ സൗണ്ട് സർവീസിൽ കുറേ വർക്ക് ചെയ്തു. അങ്ങനെ വയർമാൻ പണി ചെയ്ത് ഇരിക്കുന്ന സമയത്താണ് മുനിസിപ്പാലിറ്റിയിലെ ഒരു കെട്ടിടത്തിൻ്റെ വയറിംഗ് പണി ചെയ്യാനായിട്ട് അന്നിവിടെ ജോലിയിലുണ്ടായിരുന്ന ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് അന്നുണ്ടായിരുന്ന ശിവദാസ് സാറ് നമ്മളെ നിയോഗിച്ചു. അപ്പോൾ അതിലൂടെ അങ്ങനെ ആ വയറിംഗ് പണിയും ചെയ്തു. വയറിംഗ് പണി ചെയ്തതിന് ശേഷമാണ് അവിടെ ആ സമയത്ത് ഈ ജോലികൾക്ക് ആൾ കുറവായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് കുറേ ആൾക്കാരനെ ജോലിക്ക് വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ സാറേ ഞാനും ജോലി ചെയ്യാം എന്ന് പറഞ്ഞത്. നീ വലിയ ഇലക്ട്രീഷ്യൻ അല്ലേ, നീയൊക്കെ എങ്ങനെ ഈ കക്കോട്ട് പണിയൊക്കെ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചു. അതൊന്നും സാരമില്ല സാറേ, നമ്മൾക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ചിറ്റൂർ തത്തമംഗലം നഗരസഭയിൽ 96-ൽ ജോലി ചെയ്തത്. അന്ന് അവിടുത്തെ ചെയർമാൻ ശ്രീമാൻ അച്യുതൻ അവറുകളായിരുന്നു. പിന്നീട് ആ 90 കഴിഞ്ഞ് അതിൽ MLA ആയി അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനാണ് അവിടെ ചെയർമാനായി. അദ്ദേഹം ഇപ്പോൾ ചിറ്റൂരിൻ്റെ MLA ആയി. മണിയാട്ടൻ എന്ന് പറഞ്ഞാൽ മണിസ്വാമിയെ വിളിച്ചു വരച്ചാൽ ചീത്ത പറയും. മണിയാട്ടാ വിളിച്ചാൽ മതി, ഞാൻ സ്വാമിയൊന്നുമല്ല. അന്നത്തെ കാലത്ത് എല്ലാവരിനെയും എടുത്ത് ഗൗരവത്തോടെ വർത്തമാനം പറയുന്ന ഒരു യോഗീശ്വരനായിരുന്നു മണിയാട്ടൻ. അദ്ദേഹം ഷുഗർ ഫാക്ടറി ജോലിക്കാരനായിരുന്നു. അദ്ദേഹം രാജദൂതിൽ പോവുകയും വരികയും ചെയ്യുന്ന സമയത്ത് നല്ല താടി ഉണ്ടാകും, തലമുടി എടുത്ത് മുകളിൽ കെട്ടി റഷ്യ പോലെ ആയിരുന്നു ഇരുന്നത്. അപ്പോൾ അദ്ദേഹം പോകും വരുന്നു കാണുമ്പോൾ നമ്മൾക്കൊരു ആകർഷണം, എന്താണ് ഇദ്ദേഹം ജോലിയും ചെയ്യുന്നു, അതുപോലെ താടിയും തലയെല്ലാം വളർത്തിരുന്നു. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ആശ്രമമുണ്ട്, യോഗാഭ്യാസിയാണ്, യോഗ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾക്ക് അദ്ദേഹത്തെ പോകാനും ആശ്രമത്തിൽ പോയി യോഗ പഠിക്കാനുള്ളത് അനുവാദം കിട്ടി. യോഗ എല്ലാം പിന്നെ ഓരോ ഞായറാഴ്ചയും പോകണം, കൃത്യമായിട്ട് ഞായറാഴ്ച പോകണം. പക്ഷേ അവിടെ പോകണമെങ്കിൽ ഭയങ്കര കണ്ടീഷൻസാണ്. മണിയാട്ടൻ ചീത്ത പറയും, അടിക്കാൻ വരും. ഓരോ ശിഷ്യനെ എങ്ങനെയാണോ ശരിക്ക് കൊണ്ടുവരേണ്ടത് അതിന് ചീത്ത പറയേണ്ട അവിടെ ചീത്ത പറയും, സ്നേഹിക്കേണ്ട അവിടെ സ്നേഹിക്കും. അങ്ങനത്തെ ഒരു എല്ലാവരെയും ആദ്യം കർശന, ഒരാളും മത്സ്യമാംസാഹാരം കഴിക്കരുത്, ശവം തിന്നരുത് പറയും. ആ എല്ലാ ചിട്ടാ സമ്പ്രദായങ്ങളും ഓടുകൂടി പാലിക്കുകയാണെങ്കിൽ മാത്രം ഇതിൻ്റെ ഉള്ളിൽ വന്നാൽ മതി, അല്ലാത്തവരാരും ആശ്രമത്തിൽ വരണ്ട പറയും. അത്രയും കണ്ടീഷനായിട്ട് പറയും. അപ്പം അതൊക്കെ നമ്മൾ പാലിച്ചുകൊണ്ടാണ് ആശ്രമത്തിൽ പോയതും യോഗാഭ്യാസം പഠിച്ച് അതിൻ്റെ എല്ലാം യോഗയെല്ലാം 24 ആസനങ്ങൾ മാക്സിമം അതാണ് ഒരു ഇത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു മെയ്വഴക്കം വരും. പിന്നെയാണ് പ്രാണായാമ വിദ്യകളെല്ലാം നമുക്ക് തരുന്നത്. അങ്ങനെയാണ് മണിയാട്ടൻ്റെ അവിടെ
നമ്മൾ പോകാനും വിദ്യ പഠിക്കാനും ഇടയായത്. അല്ല, ആസനം എന്ന് പറയുന്നത് വെച്ചാൽ ആദ്യം ഷഡാസനങ്ങൾ, അതായത് ശരീരത്തിന് വേണ്ടതായിട്ടുള്ള ശരീരം ചെയ്യുന്നതിനനുസരിച്ച് 24 ആസനം എന്ന് വെച്ചാൽ ആദ്യം തലാസനം, കോണാസനം, ഉദ്ഗട്ടാസനം, ഹസ്താസനം, പാദഹസ്താസനം, അർദ്ധവക്രാസനം, അങ്ങനെ ഓരോന്നായിട്ട് 24 ആസനങ്ങളാണ് നമ്മൾക്ക് ആദ്യം ആ ഒരു ബോഡി ഷേപ്പ് കറക്റ്റാകാനും ശരീരത്തിൻ്റെ പ്രാണൻ കറക്റ്റായി ഓടാനുള്ള നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും ഒക്കെയുള്ള ആസനങ്ങൾ കഴിഞ്ഞിട്ട് അതിനുശേഷം അതെല്ലാം പെർഫെക്റ്റ് ആയാൽ മാത്രമേ ഉപദേശം കൊടുക്കേണ്ട യോഗ്യതയുള്ളവർക്ക് മാത്രമേ അദ്ദേഹം ഉപദേശം കൊടുത്തിട്ടുള്ളൂ. ആ യോഗ്യത അവർ കറക്റ്റായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് അറിയാനാണ് ഈ ആസനങ്ങളെല്ലാം ആദ്യമേ അത് കറക്റ്റാകുന്നത്. അപ്പോൾ ഒരാസനം ചെയ്ത് കഴിഞ്ഞ് അടുത്ത ആഴ്ച പോയിട്ട് അത് ചെയ്ത് കാണിച്ച് ശരിയാണെങ്കിൽ മാത്രമേ അടുത്ത ആസനം പറഞ്ഞു തരുള്ളൂ. അങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയായിരുന്നു മണിയാട്ടൻ്റെ ആ ഒരു രീതി. ഈ 90-ന് മുമ്പിലാണ് ഞാൻ മണിയാട്ടൻ്റെ ആശ്രമത്തിൽ പോയത്. 1990 91 എന്തോ ആണ്, അത്ര കറക്റ്റാണ്. അപ്പം അന്ന് ചെറിയ ഷെഡ് മാത്രമായിരുന്നു, ജപിക്കാനുള്ള ജപ റൂമും ചെറിയൊരു ഹാളും ഉണ്ടായിരുന്നു. അവിടെയാണ് മണിയാട്ടൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതും ചെയ്യുന്നതും. അതങ്ങനെ കുറേ കാലം നമ്മൾ വർഷങ്ങളോളം പോയി. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ അതോടുകൂടി ജോലി ചെയ്യാത്തവരാരും ഇവിടെ വരണ്ടാന്ന് പറയും. സ്വാമിയാരായിട്ട് ഇരിക്കേണ്ട, അധ്വാനിച്ച് നിങ്ങൾ നിങ്ങളുടെ പ്രാണനെയും പ്രാണസാധനയും കൊണ്ടുപോകണം, നിങ്ങൾ അധ്വാനശീലരായിരിക്കണം എന്നാണ് മണിയാട്ടൻ്റെ നിർദ്ദേശം. അപ്പോൾ അദ്ദേഹവും ജോലി ചെയ്തിട്ടാണ് ഈ ആത്മവിദ്യയും കൊണ്ട് നടന്നത്. അതുപോലെ തന്നെയാണ് നമ്മളെ ഓരോ ശിഷ്യന്മാരെയും അങ്ങനെയാണ് പറയാറ്. അതുപോലെ തന്നെ നമ്മൾ ഓരോ ജോലിക്കും പോകുന്നുണ്ട്, സാധനയ്ക്കും പോകും, ആ സാധനാകർമ്മങ്ങളെല്ലാം ചെയ്യും. പക്ഷെ ജോലി എടുക്കാതെ ആരും വരണ്ട, അധ്വാനിക്കണം, എല്ലാവരും അധ്വാനിക്കണം എന്നുള്ളതാണ് ഗുരുനാഥൻ്റെ നിർദ്ദേശം. നമ്മൾ പോകുമ്പോൾ ഞങ്ങളൊരു 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. പിന്നെ കുറേ കാലം കഴിഞ്ഞതനുസരിച്ച് ആളുകൾ കൂടാൻ തുടങ്ങി. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സാധാരണക്കാരൊന്നുമില്ല, പിന്നൊക്കെ എൻജിനീയർമാർ, പ്രൊഫസർമാർ, ഡോക്ടർമാർ അറിഞ്ഞു തുടങ്ങി. വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരായി പിന്നെ വരാൻ തുടങ്ങിയത്. അങ്ങനെ അവർക്കടക്കം മണിയാട്ടൻ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നു. അവരുടെ ഷുഗർ, BP, കൊളസ്ട്രോള്, മാനസിക പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ അവിടെ ആ ടെൻഷൻ പറയാനാണ് അദ്ദേഹത്തിൻ്റെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതോടുകൂടി അതിനുള്ള മാർഗനിർദ്ദേശങ്ങളും ക്ലാസ്സും എല്ലാം മണിയാട്ടൻ വളരെ വിശദമായി പറഞ്ഞു കൊടുത്തിരുന്നു. അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞു. പിന്നെ മണിയാട്ടൻ ഇപ്പോൾ സമാധിയായിട്ട് 3 വർഷമായി. ആ സമാധി സമയത്ത് നമ്മളവിടെ ഉണ്ടായിരുന്നു. ഗുരുവിൻ്റെ ആ സമാധി വയ്ക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും അതെല്ലാം നമുക്ക് അതിനുള്ള യോഗം ഉണ്ടായിരുന്നു. സമാധി എന്ന് പറയുന്ന ഒരവസ്ഥയാണത്. സമാധി എന്ന് പറയുന്നത് പ്രാണൻ പുറത്തു പോകുന്നതോ കളയുന്നതോ അല്ല. പക്ഷെ എല്ലാവരും അങ്ങനെ സമാധി ആയി കഴിഞ്ഞു വെച്ചാൽ പിന്നെ സമാധിയാക്കും എന്നൊക്കെ പറയാം. അതല്ല, ശരിക്കും സമാധി എന്ന് പറഞ്ഞാൽ അതൊരവസ്ഥയാണ്. ആ ജീവൻ്റെ പ്രകൃതിയുമായിട്ടുള്ള ഈ തുല്യതയിൽ വരുന്ന ഒരവസ്ഥയാണ്. നമ്മളും പ്രകൃതിയും ഒന്നായി നിൽക്കുന്ന ഒരവസ്ഥയാണ് സമാധി എന്ന് പറയുന്നത്. അത് ആ അവസ്ഥയിലെത്തിക്കഴിയുമ്പോൾ നമ്മൾക്ക് മറ്റെല്ലാം മറക്കാൻ പറ്റും. എല്ലാത്തിൽ നിന്നും വ്യക്തമായി ആ പ്രകൃതിയോട് ലയിച്ചിരിക്കാനുള്ള ആ ഒരവസ്ഥയാണ് സമാധി. അത് കഴിഞ്ഞിട്ടാണ് ഈ പ്രാണനെ ഉള്ളിലൊതുക്കുന്ന ഒരു വിദ്യയാണ് സമാധി അവസ്ഥയിരിക്കുന്നത്. അത് ഒതുക്കുമ്പോൾ പിന്നെ പ്രാണൻ മേലോട്ടും കീഴോട്ടുമുള്ള ചലനം ഉണ്ടാകില്ല. അപ്പോൾ സമാധിയായി, അല്ലെങ്കിൽ മരണപ്പെട്ടു, അല്ലെങ്കിൽ ജീവൻ നിലച്ചു എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയുണ്ട്. പക്ഷേ സമാധിയായ ആ ഗുരുനാഥന് സാധാരണ ആൾക്കാർ മരിച്ചാൽ അല്ലെങ്കിൽ ജീവൻ പോയാൽ ബോഡിയൊക്കെ ബലം വയ്ക്കും, അല്ല വീർക്കും, അല്ല മടങ്ങില്ലല്ലോ. പക്ഷെ സമാധി ആകുന്നവരുടെ ശരീരം കുഞ്ഞു കുട്ടികളുടെ ശരീരം പോലെ ഇരിക്കും. വളരെ ഫ്രീ ആയിരിക്കും, രക്തമൊന്നും കട്ട പിടിക്കില്ല, പെട്ടെന്ന് മരവിക്കില്ല.
ഇതാണ് സമാധി അവസ്ഥയിൽ നമ്മൾ കണ്ട പല ആൾക്കാരുടെയും കണ്ട ഒരവസ്ഥ. വടകര സിദ്ധാശ്രമത്തിൽ പല ആൾക്കാരും ആ സിദ്ധ സമ്പ്രദായം ചെയ്യുന്ന പല ആൾക്കാരും നമ്മൾ തമിഴ്നാടെല്ലാം പോയിട്ടുണ്ട്. അവിടെയെല്ലാം പല സമാധികളുണ്ട്. പല അമ്പലങ്ങളിലും സമാധികളാണ്. ഈശ്വരനെ നമ്മൾ പറഞ്ഞു തരുന്നത് ഗുരുക്കന്മാരാണ്. ഈശ്വരൻ ഉണ്ടെന്ന് പഠിപ്പിച്ചിരുന്ന ആരാണ്? ഗുരുക്കന്മാരാണ്. ഈശ്വരനെ അറിയുക, അതാണ് പറഞ്ഞു തരുന്നത്. അനുഭവിക്കുക, അതായത് സ്പിരിച്വൽ ആധ്യാത്മികത ചിന്ത അങ്ങനെ ഓരോരുത്തർക്കും വരാറുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത്രയും ജനങ്ങളുണ്ട്. ഈ ആധ്യാത്മികതയിൽ വരുന്നത് അപൂർവം ചിലർ മാത്രമാണ്, അല്ലേ? അത് കർമ്മഫലം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ആധ്യാത്മികതയിൽ വരാൻ പറ്റുള്ളൂ. ആധ്യാത്മികത എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ, ഇതിനെ അനുഭവിക്കാൻ പറ്റുള്ളൂ. സാധാരണക്കാരനടുത്ത് ഈ അവസ്ഥയിൽ എത്താത്ത ആൾക്കാരടുത്ത് ആത്മാവിനെ കുറിച്ചോ ആത്മതത്വങ്ങളെക്കുറിച്ചോ ശരീരത്തെക്കുറിച്ചോ ശരീരത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ചോ ഈ ശരീരത്തിൽ എന്തൊക്കെ ഉണ്ടെന്നോ ചോദിച്ചാൽ അറിയില്ല. എന്താണ് നിങ്ങൾ ഞാൻ ചെയ്തു ആരാണ് ഈ ചെയ്തു ചോദിച്ചാൽ പറയില്ല. ഈ ശരീരം എന്താണ്, അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ജീവൻ എന്താണ് എന്ന് ചോദിച്ചറിയില്ല. ഈ ശരീരത്തെ കൊണ്ടു നടത്തുന്നത് നമ്മുടെ ജീവനാണ്. ആ ജീവൻ ഈ ശരീരത്തിൽ നിന്ന് പുറത്തു പോയാൽ ഈ ശരീരം എണിച്ചു നടക്കുമോ? വിളിച്ചാൽ കേൾക്കുമോ? കാഴ്ചകൾ കാണാൻ പറ്റുമോ? ശ്വസിക്കാൻ പറ്റുമോ? ഗന്ധങ്ങൾ അറിയാൻ പറ്റുമോ? കേൾവിയുണ്ടോ? ഇതൊന്നുമില്ല. എന്തുകൊണ്ടാ? ഇതെല്ലാം അപ്പോൾ അറിയുന്നതാണ് ആരാണ്? ഉള്ളിലിരിക്കുന്ന ആ ജീവൻ. ആ ജീവൻ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് കാണാനും കേൾക്കാനും മണക്കാനും രുചിക്കാനും അനുഭവിക്കാനും പറ്റുന്നത്. ഈ ജീവനാണ്. അപ്പോൾ ഈ ജീവനെയാണ് നിങ്ങൾ ആദ്യം സ്നേഹിക്കേണ്ടത്. ആധ്യാത്മികത എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും ജീവനെയും സ്നേഹിക്കണം. ഈ ശരീരം നിലനിന്നാൽ മാത്രമേ ആ ശരീരത്തിൽ ജീവൻ നിലനിൽക്കുള്ളൂ. ജീവൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രകൃതിയെയും ഈശ്വരന്മാരെയും എല്ലാത്തിനെയും അനുഭവിക്കാൻ പറ്റുള്ളൂ. ശരീരത്തിനും ജീവനും തുല്യ പ്രാധാന്യമാണ്. ശരീരമില്ലെങ്കിൽ നമ്മൾക്ക് ഇതൊന്നും കാഴ്ചകൾ കാണാനോ ഒന്നും അനുഭവിക്കാനോ അറിയാനോ സാധ്യമല്ല. മണികണ്ഠൻ്റെ പരിപാടി ഇപ്പോൾ മൂന്നാം വാർഷികം സമാധിൻ്റെ 3-ാം വാർഷികം നടന്നു. ആശ്രമം കിട്ടിയതിൻ്റെ 50-ാം വാർഷികമായിട്ട് അതും നടന്നു. നമ്മൾക്ക് വേറെ ഒരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് എനിക്കതിൽ പങ്കെടുക്കാൻ പറ്റില്ല. ഇപ്പം നമുക്ക് ചില പ്രോഗ്രാമുകൾ ഇങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ മണികണ്ഠൻ്റെ ആ സിദ്ധവിദ്യ ആ സമ്പ്രദായത്തോടു കൂടി പോകുന്നതോടുകൂടി അപ്പോൾ പലരും കിടക്കാം, സ്വാമി നിങ്ങൾ സ്വാമിയല്ലേ, നിങ്ങൾ സന്യാസിയല്ലേ? അല്ലപ്പ, നമ്മൾ സന്യാസം സ്വീകരിച്ചിട്ടില്ല. നമ്മൾ സിദ്ധ സമ്പ്രദായമാണ്. നമ്മുടെ പൂർവികന്മാരെല്ലാം സിദ്ധന്മാരായിരുന്നു. സിദ്ധ സമ്പ്രദായമാണ് ഉൾക്കൊണ്ടത്. അതായത് ഗൃഹസ്ഥത്തോടു കൂടിയിട്ടുള്ള ഈശ്വരീയത, ഈശ്വരനെ അറിയുകയും ജീവിക്കുകയും ആനന്ദകരമായി ജീവിക്കുക, അതാണ് ജീവിക്കണം. ജീവിക്കുമ്പോൾ ആനന്ദകരമായി ജീവിക്കണം, അല്ലാതെ എല്ലാം വിട്ടെറിഞ്ഞു പോകുകയല്ല. പക്ഷെ ആത്മീയത കൂടുമ്പോൾ നമ്മോടൊപ്പം ചേർന്ന് നിൽക്കാൻ പറ്റാത്തവർ നമ്മളെ വിട്ടു പോകും. അത് അവരും മനസ്സിലാക്കി അറിഞ്ഞാൽ എല്ലാവരും സ്നേഹത്തോടെ ജീവിക്കാൻ പറ്റും. അതായത് വികൃതമായ സ്വഭാവം, ചില കാഴ്ചപ്പാടുകൾ, ചിലർക്ക് ആ ഭൗതികത മാത്രമാണ്. ഈ ആത്മീയത എന്താണെന്നറിയില്ല. ആത്മീയത എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. സ്നേഹമില്ലാത്തവൻ പിന്നെ എങ്ങനെയാണ് ഈശ്വരനെ അറിയുക? ആ സ്നേഹിക്കുന്ന ആൾക്കാരെ തിരിച്ചറിയാത്ത ആൾക്കാരുണ്ട്. അവരാണ് പലരും ആത്മീയത പറയുന്നത്. നമ്മളെല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കണം. എല്ലാ സമ്പ്രദായങ്ങളും എല്ലാ വിദ്യകളും ഒന്നും ഒന്നിനേക്കാൾ വലുതല്ല, ഒന്നും ഒന്നിനേക്കാൾ ചെറുതുമല്ല. ഈ സൃഷ്ടിയിൽ എല്ലാം തുല്യമാണ്. സൃഷ്ടികർത്താവ് എല്ലാം തുല്യമായിട്ടാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിന് തെറ്റുപറ്റില്ലല്ലോ. ഈശ്വരൻ എന്നത് പ്രപഞ്ച സത്യമാണ്. ഈശ്വരൻ എന്നത് പ്രപഞ്ച സത്യമാണ്. ഈ പ്രപഞ്ചത്തിലൊരു ശക്തി ഉണ്ടല്ലോ, ഉണ്ടോ ഇല്ലയോ? പ്രപഞ്ചം, ആ പ്രപഞ്ച ശക്തിയാണ് നമ്മൾ ഈശ്വരനായിട്ടും പാർവതി പരമേശ്വരനായിട്ടും അല്ലെങ്കിൽ ദേവന്മാരായിട്ടും എല്ലാം. അത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഊർജമാണ്. ഈ പ്രപഞ്ചശക്തി എന്നുള്ളത് ഒരു ഊർജമാണ്. ഈ ഊർജമാണ് നമ്മൾ ഓരോരുത്തരിലുമുള്ളത്.
ഈ ഓരോരുത്തരുടെ വ്യത്യസ്തമായ കാഴ്ചപ്പാടിലാണ് നമ്മൾ മുരുകനായിട്ടും അയ്യപ്പനായിട്ടും പാർവതിയായിട്ടും ഉപദേവതകളായിട്ടും എല്ലാം നമ്മൾക്ക് ഇഷ്ടമുള്ളതിനെ സ്വീകരിക്കാം, നമ്മൾ ഇഷ്ടമുള്ളതിനെ അനുഭവിക്കാം. ഓരോ മാധ്യമങ്ങളിലൂടെ അനുഭവിക്കുന്ന പോലെ ഈശ്വരനെ പല രീതിയിലും നമുക്ക് ഈശ്വരൻ്റെ അനുഭവം അനുഭവിക്കുകയാണ്. പക്ഷേ ഈ സത്യം ആ ഊർജ്ജ സത്യം മാത്രമാണ് യഥാർത്ഥ സത്യം. അതായത് പരിശീലനം എന്ന് വെച്ചാൽ നമ്മൾ ഓരോരോ, അതായത് നമ്മളെ തിരഞ്ഞു വരുന്നവരും അറിയിക്കുന്നവരും അവൻ്റെ നമുക്ക് ഒരു നമ്മൾ ചിലപ്പോൾ ഈ ജീവിതത്തിൽ പല ചിട്ടാരീതികളും മാറിയിട്ടായിരിക്കും നമുക്ക് പല ടെൻഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ടെൻഷൻ ഉണ്ടാകാതിരിക്കാൻ എന്തെല്ലാം മാർഗങ്ങൾ നമ്മൾ ഉപയോഗിച്ചത് ഉപയോഗിക്കാതിരിക്കുക, ഉപയോഗിക്കാത്തത് ഉപയോഗിക്കുക. നമ്മൾ നമ്മുടെ ചിന്തകൾ, നമ്മൾക്ക് പ്രശ്നങ്ങൾ വരുന്ന പല ചിന്തകളിനെയും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കരുത്. ഈ ചിന്തകളാണ് നമ്മൾക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഈ മനസ്സാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം, എല്ലാ സുഖത്തിനും ദുഃഖത്തിനും കാരണം മനസ്സാണ്. അപ്പോൾ ആ മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കാം, അല്ലെങ്കിൽ അതിനെന്ത് ജോലി കൊടുക്കാം? ആ മനസ്സിനെ നമ്മൾ അറിഞ്ഞുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഓരോ സമ്പ്രദായങ്ങളുണ്ട്, ഓരോ രീതിയിലുണ്ട്, ഓരോ എന്താ പറയുക, അതിനോരോ ജോലി കൊടുക്കുന്നതാണ് നമ്മൾ ഈ സാധനങ്ങളെല്ലാം. ഓരോ ജീവനും കർമ്മഫലങ്ങൾക്കനുസരിച്ച് ഓരോ രീതിയിലാണ് ജനിക്കുന്നത്. നമ്മളെല്ലാവരും ഓരോ കുടുംബങ്ങളിലാണ് ജനിക്കുന്നത്. നമ്മൾ തിരഞ്ഞെടുക്കാൻ നമ്മുടെ കർമ്മത്തിൻ്റെ മുജ്ജന്മ കർമ്മങ്ങൾക്കനുസരിച്ചിട്ട് നമ്മൾ തിരഞ്ഞെടുക്കണം. അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒരു കുടുംബത്തിൽ ജനിക്കണ്ടേ? ഒരു കുടുംബത്തിൽ ഒരു അമ്മയ്ക്ക് ഒരേ സമയം പ്രസവിക്കുന്ന 2 മക്കളുണ്ടെങ്കിൽ അതിന് 2 സ്വഭാവമാണ്, വ്യത്യസ്ത സ്വഭാവങ്ങളായിരിക്കും. ഇത് കാരണം നമ്മൾ ഈ ജീവനിലൂടെ വരുന്ന കർമ്മഫലത്തിനനുസരിച്ചാണ് നമ്മൾ പിന്നെ ഇവിടെ ജനിച്ച് വളരുന്ന നമ്മുടെ സ്വഭാവ രീതികളെല്ലാം വരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തനായി നമ്മൾ നല്ലൊരു രീതിയിൽ പോകണമെങ്കിൽ നല്ല ആചാര്യന്മാരെ കണ്ടുപിടിക്കുക, അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ട് ശരിയായ റൂട്ട് തിരിച്ചു തരുന്ന ആൾക്കാരാണ്, അതായത് നമ്മൾക്ക് നേർവഴി കാട്ടുന്ന ആൾക്കാരാണ് നമ്മുടെ ഗുരുക്കന്മാർ. യഥാർത്ഥ ഗുരു എന്ന് പറയുന്നത് നമ്മുടെ വഴികാട്ടുന്ന ഗുരു ഉണ്ടല്ലോ, ഭൗതികമായ ഗുരു. അദ്ദേഹം വഴികാട്ടുന്ന ഗുരു നമ്മുടെ യഥാർത്ഥ ഗുരുനാഥനെ കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഒരു സാധന പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നീ ഇന്ന വഴിയിലൂടെ പറഞ്ഞാൽ ആ വഴി നമ്മൾ പോയിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മൾക്ക് കാണേണ്ടതായിട്ടുള്ള ആ ഗുരുനാഥനെ, ഗുരുവും ഈശ്വരനും വേറെയില്ല, ഈശ്വരനും ഗുരുവും പറയില്ല. നമ്മളൊരു വിഗ്രഹത്തിന് നമ്മൾ ഈശ്വരനായി കരുതുന്നു, നമ്മുടെ ഗുരുനാഥനെ ഈശ്വരനായി കണ്ടൂടെ? ആ ഗുരുനാഥനല്ലേ നമ്മൾക്ക് പലതും ചോദിച്ചാൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതല്ലേ ഏറ്റവും വലിയ ഈശ്വരൻ. അപ്പോൾ നമ്മൾ ആ ഗുരുനാഥനെ ഈശ്വരനായി കാണുകയും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ നല്ലവണ്ണം ചിന്തിച്ചിട്ട് ശരിയാണെന്ന് തോന്നുമ്പോൾ നമുക്ക് ആ രീതിയിൽ പോയി കഴിയുമ്പോൾ നമ്മൾക്ക് ആത്മീയ ആനന്ദമുണ്ടാകും. ആത്മാനന്ദത്തിന് വേണ്ടിയിട്ടാണ് ഓരോരുത്തരും എല്ലാ പ്രവർത്തികളും ചെയ്യുന്നത്, ഈശ്വര്യതയിലേക്ക് പോകുന്നത്, ജോലി ചെയ്യുന്നത്. ഓരോരുത്തരും ജോലി ചെയ്യുന്നത് എന്തിനാണ്? പണം കിട്ടാൻ. പണം കിട്ടിയാൽ എന്ത് കഴിയും? അവനവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ, അതിലൂടെ സന്തോഷം കണ്ടെത്തും, അല്ലേ? അപ്പോൾ സത്യം എന്താണ്? ലക്ഷ്യം സന്തോഷമാണ്. ഈ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് കാലത്ത് മുതൽ വൈകുന്നേരം വരെയും രാത്രിയും പകലും ജോലി ചെയ്യുന്നതെല്ലാം. എന്തിനാണ്? ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന വേതനം ഉപയോഗിച്ച് അവനവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി അതിൽ നിന്ന് ഒരാനന്ദം കാണും. അല്ലാതെ പിന്നെ എന്തിനാണ് ചെയ്യുന്നത്? മുഖ്യം ആയിട്ട് ആനന്ദം അല്ലെങ്കിൽ സന്തോഷം, ഇതിനു വേണ്ടിയിട്ടാണ് ഓരോ ജീവനും പ്രവർത്തിക്കുന്നത്.